ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പരിധാൻ ഗോൾഡിൻ്റെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള നൈറ്റി മെറ്റീരിയൽസിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡിസൈൻസ് നോക്കി പോവുക. ഇതിനകത്ത് കുറേ ഡീറ്റെയിൽസ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളിപ്പം ഒരു ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഞാൻ എപ്പോഴും സീസണിലൊക്കെ അധികം ഫുൾ വരുന്ന എല്ലാ കളക്ഷൻസും വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് ഇടാനുള്ള ടൈം കിട്ടാറില്ല. നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓർഡേഴ്സ് നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസായിട്ട് വരുന്ന എല്ലാ കളക്ഷൻസും വീഡിയോ ആയിട്ട് ഇടാതെ നമ്മൾ കാറ്റലോഗിൽ നിന്ന് ഓർഡേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് എടുക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം ഏതൊക്കെ കളക്ഷൻസാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. പിന്നെ ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഒക്കെ ആണെങ്കിലും സ്റ്റോക്ക് തീരുന്നതനുസരിച്ച് പുതിയത് അപ്ഡേറ്റ് ചെയ്ത് ബ്രാൻഡഡ് ഐറ്റംസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ മെയിനായിട്ടും സ്ഥിരമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന 153 രൂപയുടെ 157ൻ്റെയും ബ്രാൻഡുകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതുകൂടാതെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഐറ്റംസ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതും പിന്നെ 320 ആണെങ്കിലും കാറ്റലോഗിൽ ജസ്റ്റ് ഫോട്ടോസ് മാത്രം അപ്ഡേറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്ത കാറ്റലോഗിൽ ഇട്ടത് തന്നെ ഏകദേശം തീരാനായിട്ടുണ്ട്. അടുത്ത കളക്ഷൻസ് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഡിസൈൻസ് നിങ്ങൾ നോക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണിത്, ഇക്കത്ത് ഡിസൈനാണ്. പിന്നെ അതുപോലെ നിങ്ങൾ മെസ്സേജ് അയച്ച് കഴിയുമ്പം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഭയങ്കരമായിട്ട് തിരക്കാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജ് ചെയ്ത് ഒരു മെസ്സേജ് നിങ്ങൾ ഫുൾ ഫോട്ടോസ് അയച്ച് നിങ്ങളുടെ അഡ്രസ്സും ഏതിലാണ് അയക്കേണ്ടതെന്നും കൂടെ കൊറിയറാണോ പോസ്റ്റിലാണോ എന്ന് അയച്ചിട്ട് നിങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മെസ്സേജ് നോക്കുന്നില്ല എന്ന് കണ്ട് വീണ്ടും നിങ്ങൾ ഹലോ പ്ലീസ് റിപ്ലൈ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മെസ്സേജ് ഇടുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് വീണ്ടും ലാസ്റ്റ് അയച്ചവരുടെ കൂട്ടത്തിലോട്ടാണ് പോകുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓൺലൈനിൽ മെസ്സേജ് ആരുടെ അടുത്ത് മെസ്സേജ് അയക്കുമ്പോഴായാലും ശരി, നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതായത് ഒരാൾ മാത്രമല്ല മെസ്സേജ് അയക്കുന്നത് എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ആദ്യം അയച്ചവരുടെ അല്ലേ ആദ്യം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബില്ല് കേട്ടോ. നിങ്ങൾ ഇന്ന് ഓർഡേഴ്സ് അയച്ചിട്ടുള്ള ആൾക്കാരുടെ ഇന്ന് തന്നെ ക്ലിയർ ചെയ്യും. അതായത് ഒരു രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ഓർഡർ എടുക്കുന്നത്. 7 മണിക്കുള്ളിൽ വന്നിരിക്കുന്ന ഓർഡേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിറ്റേ ദിവസം ബാക്കി രാത്രിയിൽ വന്നിട്ടുള്ള മെസ്സേജുകളാണ് പിറ്റേ ദിവസം രാവിലെ 10 മണി മുതൽ ക്ലിയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഒരു ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യുക. സീസണും കൂടെ ആയതുകൊണ്ട് നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. കുറച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് തിരക്കാക്കുമ്പോഴും നമുക്കതൊരു ഭയങ്കര പ്രഷർ വരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് സിറ്റുവേഷൻ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. വളരെ കുറച്ച് ആൾക്കാരാണ് അവരിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പിന്നെ കോളും കൂടെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആരുടെയും വോയിസ് റെക്കോർഡ് ചെയ്യാനോ അയക്കാനോ ഒന്നും പറ്റുന്നില്ല. അത് കട്ടായി പോവുകയാണ്. ഇത് വാട്സപ്പ് നമ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വാട്സപ്പ് ചെയ്താൽ മതി. മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിതിപ്പോൾ പറയുമ്പോൾ ഇവിടുത്തെ തിരക്ക് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത്രയും നല്ല തിരക്കാണ്. കഴിഞ്ഞ വർഷത്തിലും ഒക്കെ നല്ലോണം തിരക്ക് കൂടുതലാണ് കേട്ടോ ഈ വർഷം. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസും കാണാത്തത്. പിന്നെ പ്രിൻറ്റുകൾ നോക്കി പോവുക. ടോപ്പിന് പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസാണ്. പിന്നെ കൂടുതൽ കളേഴ്സ് വന്നിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ. അതായത് ഈ ഒരു ഡിസൈനൊക്കെ ഇങ്ങനെ വരുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഒരു ബണ്ടിലിനകത്ത് എണ്ണം കുറവായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് സോൾഡ് ഔട്ട് ആകുമ്പം ഏതെങ്കിലുമൊക്കെ തീർന്നു എന്ന് പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത്. കൂടുതൽ ബണ്ടിൽസൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ലേറ്റ് ആവുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് കളേഴ്സ് കുറയും. ചില കളേഴ്സ് സോൾഡ് ഔട്ട് ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾ കാറ്റലോഗിലും കൂടെ നോക്കിയിട്ട് വേറെ സെലക്ട് ചെയ്ത് തരിക. പിന്നെ നമ്മളുടെ അടുത്ത് ഒരു സ്റ്റോക്ക് തീർന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. അടുത്തടുത്ത കളക്ഷൻസ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ കുറേ കളക്ഷൻസ് നമ്മൾ തീരുന്ന അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയും കളക്ഷൻസൊക്കെ ഒരുപാട് വരാനുണ്ട്. നല്ല ഡിസൈൻസ് വരാനുണ്ട്. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ പുതിയ വേറെ വൈറ്റ് ഗോൾഡിൻ്റെ 157 രൂപയുടെ വൈറ്റ് ഗോൾഡ് ഐറ്റംസും അതുപോലെ ആൽഫൈൻ നൈറ്റി മെറ്റീരിയൽസിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷനൊക്കെ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ്. അതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. നോക്കിയിട്ട് എടുക്കുക. പിന്നെ അതുപോലെ അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് പുതിയ സ്റ്റോക്ക് വന്നായിരുന്നു. വീഡിയോ ഇട്ടിട്ടില്ല. അത് പിന്നെ കാറ്റലോഗിൽ മാത്രം അപ്ഡേറ്റ് ചെയ്ത് അതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കളേഴ്സ് മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ്. ഇത് ഡിസൈൻസ് ഇതുപോലത്തെ ഡിസൈൻസൊക്കെ വരുന്നത് ബോർഡർ ടൈപ്പ് ഡിസൈൻസ് വരുന്നതാണ്.
ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഓപ്പൺ ചെയ്ത് കണ്ടല്ലോ, അതുപോലെയാണ് ഡാർക്ക് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്താലേ കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. കാരണം സീസണാണ്, ഒന്നും വിചാരിക്കരുത്, ഒന്ന് പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യാനും പേയ്മെൻറ്റും കൂടെ പെട്ടെന്ന് ചെയ്ത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് റിപ്ലൈ ലേറ്റ് ആകുമ്പോൾ വീണ്ടും വീണ്ടും ഞങ്ങളത് പുറകെയാണ് നമ്മളിങ്ങനെ ചോദിക്കണം, പൈസ ഇടുവോ, ഓർഡർ കൺഫേം ആണോ, ഓക്കെ അല്ലേ അപ്പോൾ അതിന് വീണ്ടും ടൈം പോവുകയാണ്. ഇനി എങ്ങാനും നിങ്ങളത് റിപ്ലൈ തരുന്നില്ല, പേയ്മെൻറ്റും ഓക്കെ അല്ല, ചിലപ്പം അങ്ങനെയാണെന്ന് വരുമ്പോഴത്തേക്ക് അത്രയും താമസം വരും സെയിം പീസ് അടുത്ത ഓർഡേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റും ഒക്കെ ചെയ്ത് കൺഫേം ചെയ്യുക. പിന്നെ നമ്മൾ പറയാനുള്ള മെയിൻ കാര്യം, ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ. ചില ആൾക്കാരുണ്ട് നമ്മൾ ഈ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല എന്നൊക്കെയുള്ള കാര്യം വീഡിയോയിലും പറയുന്നുണ്ട്. അതുകൂടാതെ വെൽക്കം നോട്ടിൽ ആ ഡീറ്റെയിൽസ് ഫുൾ പറയുന്നുണ്ടെങ്കിലും ഫുൾ മെസ്സേജൊക്കെ അയച്ച് ഫോട്ടോസൊക്കെ അയച്ച് ഫുൾ മെറ്റീരിയൽസ് എടുത്തൊക്കെ വെച്ച് ബില്ല് സെൻഡ് ചെയ്തൊക്കെ കഴിയുമ്പം ആണ് അവർ ചോദിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അല്ലേന്ന്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പണിയെടുത്തത് മുഴുവനും വെറുതെ ആയി പോവുകയാണ്. പിന്നെ അവരുടെ ഓർഡർ ക്യാൻസലായി പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽസും കൂടെ കേട്ടിട്ടേ ഓർഡർ ചെയ്യാവുള്ളൂ. പേയ്മെൻറ്റ് വന്നാലേ ഓർഡർ കൺഫേം ചെയ്യുള്ളൂ കേട്ടോ. നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ അവൈലബിൾ അല്ല, ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ 3 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് കൊറിയർ അയക്കുമ്പം ഡെലിവറി ആവുന്നത്. ആ 3 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നിങ്ങൾക്ക് അത് കിട്ടുക കേട്ടോ. കൊറിയർ അയക്കുമ്പോൾ പോസ്റ്റലാണെങ്കിൽ 5 വർക്കിംഗ് ഡേയ്സും ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അത്രയും ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം മഴയും നിങ്ങൾക്കറിയാലോ, വെള്ളപ്പൊക്കവും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ട്രാവലിങ്ങും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കൊറിയർ വരാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വർക്കിംഗ് ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.